നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മെയ് മാസം 7-ാം തീയതി ബുധനാഴ്ച 4:09 മുതൽ മീനൻ രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക്, അതായത് ഉദയാൽ പൂർവം 4:57 അതായത് 4:09 മേടം രാശിയിലേക്ക് പകർച്ച ഉണ്ട്. ഈ മാറ്റം എല്ലാവർക്കും, അതായത് ബുധൻ്റെ നീചരാശിയിൽ നിന്നുള്ള മേടൻ രാശിയിലേക്കുള്ള മാറ്റം പ്രത്യേകിച്ചും മിഥുനം രാശിക്കാരുടെ രാശിനാഥനാണ്. അത് മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകീരത്തിൻ്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ 3 പാദവും വരുന്ന മിഥുനൻ രാശിക്കാരുടെ രാശിനാഥനാണ്. അവർക്ക് 10-ലായിരുന്നു. 10 എന്ന് പറയുമ്പോൾ മോശം രാശിയിൽ നിൽക്കുമ്പോൾ, അതായത് നീചരാശിയിൽ നിൽക്കുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഫലങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ 11-ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു. തീർച്ചയായും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിരാശിക്കാരുടെ രാശിനാഥരായ ബുധൻ കാരകത്വം മൂകാംബിക ദേവിയാണ്, അമ്മയാണ്, ത്രിപുരസുന്ദരി ദേവിയാണ്. അപ്പോൾ ആ അമ്മയുടെ അനുഗ്രഹം നീചരാശിയിൽ നിൽക്കുമ്പോൾ, അതായത് രാശിയാധിപൻ നിൽക്കുന്നതും 7-ാം ഭാവത്തിലാണ്, മാർഗനിർദ്ദേശം നൽകുന്ന സ്ഥലമാണെങ്കിൽ പോലും മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ ആ നീചത്വത്തിൻ്റെ അല്പമെങ്കിലും പ്രകടിപ്പിക്കാതിരിക്കില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉത്രത്തിൻ്റെ അവസാന 3 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യ 2 പാദവും വരുന്നവർക്കും, ബുധദശയിൽ ജനിച്ചവർക്ക്, ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാരുടെ ദശാനാഥൻ ബുധനാണ്, അവർക്കും അതുപോലെ ബുധദശയിലുള്ളവർക്ക്, ബുധൻ്റെ അപഹാരകാലമുള്ളവർക്കൊക്കെ ഈ നൈപുണ്യ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, അത് അഡ്വക്കേറ്റുമാരെ, വാക്സാമർഥ്യമുള്ളവരെ, ബിസിനസ്സിൽ എല്ലാ ലൗകിക സുഖങ്ങളും നൽകുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. അപ്പം ബൗദ്ധികവും ലൗകികവുമായ എല്ലാ സുഖങ്ങളും നൽകുന്ന ആ ബുധൻ നീചരാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ മാറ്റം 27 നക്ഷത്രക്കാർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് ഗുണഫലങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബുധൻ്റെ കാരകത്വം വിദ്യാകാരകനാണ്. ഗണിതം, ശില്പശാസ്ത്രാദികളിലുള്ള ജ്ഞാനം, എഴുത്ത്, അക്ഷരം, അച്ചടിയന്ത്രം, മുദ്രകൾ, യുക്തിപൂർവമായ പെരുമാറ്റം, ത്വക്ക്, ഭാഗിനേയൻ, ബന്ധുക്കൾ, സ്നേഹിതർ, വിനയം, വിഷ്ണു, വിവാദകാര്യങ്ങൾ, അംഗീകാരം, സാമർഥ്യം, ശിഷ്യർ, പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ, ഓലകൾ, കടലാസ്, ശാസ്ത്രവിഷയങ്ങളിലുള്ള അറിവ്, സ്കൂള്, പള്ളി, സതീർത്ഥ്യന്മാർ, പലതരത്തിലുള്ള വരവുകൾ, കാവ്യ നാടക അലങ്കാരങ്ങൾ, മന്ത്രോപവാസനകൾ, വിദ്വാൻമാർ, ശ്രീരാമസ്വാമി, ശ്രീകൃഷ്ണസ്വാമി തുടങ്ങി ദശാവതാരമൂർത്തികൾ, ഇവയെല്ലാം നമുക്ക് ബുധനെ കൊണ്ട് ചിന്തിക്കാം. ആ ബുധൻ നീചരാശിയിലായിരുന്നു, മീനൻ രാശിയിൽ നീചത്വത്തിലായിരുന്നപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ മേടൻ രാശിയിലേക്ക് പ്രവേശിച്ചത് 7-ാം തീയതി പുലർച്ചെയാണ്. 7-ാം തീയതി 4:09 4:09 AM മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സമയത്ത് എല്ലാവിധ സൗഭാഗ്യങ്ങളും 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകും. അപ്പം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബുധൻ്റെ രാശിമാറ്റം വരുന്നത് 2025 മെയ് മാസം 23-ാം തീയതി വരെയാണ്. അതായത് വെറും 17 ദിവസം മാത്രമേ ഉള്ളൂ. അന്ന് 1:03 PM വരെയാണ് ഇടവൻ രാശിയിലേക്ക് മാറുന്നത്. അപ്പം വളരെ കുറച്ച് സമയം, 10-16 ദിവസം മാത്രമേ ഉള്ളൂ എങ്കിലും ആ മാറ്റം അനുകൂലമാക്കി തീർക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. കാരണം ബുധൻ്റെ രാശിമാറ്റം അനുകൂല ഫലങ്ങൾ എല്ലാവർക്കും നൽകട്ടെ. അതായത് ലഗ്നത്തിൽ ബുധൻ നിന്നാൽ വിദ്യയിലും ധനം സമ്പാദിക്കുന്നതിലും തപസ്സിലും സ്വധർമ്മത്തിലും ശ്രദ്ധയുള്ളവനായി ഭവിക്കും.
അതുപോലെ തന്നെ ലഗ്നത്തിൻ്റെ 2-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, 2-ാം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധി സാമർഥ്യം കൊണ്ട് സമ്പാദിക്കപ്പെട്ട ധനത്തോടും ശീലഗുണത്തോടും കൂടിയവനായും സാധുവായും വരും. 3-ാം ഭാവത്തിൽ ബന്ധുക്കളുടെ നേരെ പ്രിയമുള്ളവനായ സത്വഗുണത്തോടു കൂടിയവനായും വരും. 4-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ബന്ധുക്കളില്ലാത്തവനായും ജ്ഞാനിയായും ധനികനായും വിദ്വാനായും ഭവിക്കും. 5-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ വിരുദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നവനായിരിക്കും. 5-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ആഭിചാരം, മന്ത്രങ്ങൾ ഇവകളിൽ സമർത്ഥനായിരിക്കും. മന്ത്രസിദ്ധി ഉണ്ടാകും. ഭാര്യയോടും മക്കളോടും കൂടിയവനായും ധനികനായും വിദ്വാനായും കീർത്തിമാനായും ബലവാനായും ഭവിക്കും. 6-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ വിദ്വാനായും നേരമ്പോക്കൊക്കെ പറയുന്ന രസികനായും കലഹത്തിലുമൊക്കെ പ്രിയമുള്ളവനായി തീരും. ദുശീലം ആരോപിക്കപ്പെടാം. അതുപോലെ ബന്ധുക്കൾക്ക് അത്ര ഉപകാരമൊന്നും ചെയ്യാത്തവനും ആയിരിക്കും. 7-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ അംഗഹീനനായും ശില്പവിദ്യകളിലും കലാവിദ്യകളിലും വിനോദങ്ങളിലും സാമർഥ്യം ഉള്ളവനായി ഭവിക്കും. ഇനി 8-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ വണക്കമുള്ളവനായും അനേകം ഗുണങ്ങളെ കൊണ്ട് പ്രസിദ്ധനായും ധനികനായും ഭവിക്കും. 9-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ധർമ്മം ചെയ്ത് ധനം സമ്പാദിക്കുന്നവനായും ശാസ്ത്രം അറിയുന്നവനായും നല്ലത് മാത്രം ചെയ്യുന്നവനായും ഭവിക്കും. ഇനി 10-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ എല്ലാ വിദ്യകളും പഠിക്കുന്നവനായും യശസ്വിയായും ധനികനായും വിനോദശീലമുള്ളവനായും ഭവിക്കും. അതുപോലെ 11-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ബുദ്ധിഗുണമുള്ളവനായും വിദ്വാനായും യശസ്വിയായും ധനികനായും ഭവിക്കും. 12-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ബന്ധുക്കളെ ദൂഷിക്കുന്നവനായും ധനവാനായും ബുദ്ധിയില്ലാത്തവനായും ഭവിക്കും. അപ്പൊ ഈ വക അനുഭവങ്ങളൊക്കെ വച്ചുകൊണ്ട് തന്നെ അവനവൻ്റെ രാശിയുടെ ഏത് ഭാവത്തിലാണോ ബുധൻ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്. 16 ദിവസം മാത്രമേ ഉള്ളൂ എങ്കിലും ആ ദിവസം കൂടുതൽ അനുഭവ ഗുണമുണ്ടാകുവാൻ രാശിനാഥനായ മകയിരം തിരുവാതിര പുണർദത്തിൻ്റെ അവസാനം മിഥുനക്കൂറുകാരും കന്നിക്കൂറുകാരും ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാരും കൂടുതൽ കരുതലോടെ കാരകത്വമുള്ള ദേവതകളെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെ രാശി മാറ്റം, ബുധൻ സ്വന്തം രാശിയിലേക്ക് മാറുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്? സ്വജനങ്ങളിൽ നിന്നും അനുകൂലമായ ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കാം. തൊഴിൽ മേഖലയിൽ പ്രയത്നിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരും. കുടുംബസമേതം യാത്രകൾ ചെയ്യാനുള്ള യോഗം വന്നു ചേരുന്നു. കാര്യ തടസ്സങ്ങൾ മാറിക്കിട്ടും. മാനസിക സമ്മർദ്ദങ്ങൾ കുറയും. സന്താനങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനും സാധിക്കും. ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ഗൗരവവും പുലർത്തും. അപ്പം രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ബുധന്റെ രാശിമാറ്റം 16 ദിവസത്തേക്കാണ്. 7-ാം തീയതി പുലർച്ചെ 4 മണിക്ക് ആണ് മാറ്റം വന്നിരിക്കുന്നത്. ആ സമയം മുതൽ 4 മണി 9 മുതലാണ് ഉദയാൽപരം 4:57 വിനാഴികയ്ക്കാണ് ബുധൻ മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഈ സമയം മുതൽ, അതായത് മെയ് 23-ാം തീയതി
1 മണിക്ക് 1:03 PM വരെയാണ്. 1:03 PM ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അതുവരെയുള്ള സമയം ഈ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ട്. രാശിയിൽ തന്നെ ബുധൻ വരുന്നത് കൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരും. ബൗദ്ധികമായി ചിന്തിക്കുവാൻ കഴിയും. എല്ലാ കാര്യങ്ങളിലും എല്ലാ ലൗകിക സുഖങ്ങളും നൽകും. അപ്പം ബുധന്റെ കാരകത്വമുള്ള ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയും മറ്റ് അവതാരമൂർത്തികളെയൊക്കെ പ്രാർത്ഥിച്ച് ദിവസങ്ങൾ അർത്ഥപൂർണമാക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെ രാശി മാറ്റം 11ാം ഭാവത്തിൽ നിന്നും 12ാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. 12ാം ഭാവത്തിന്റെ ഫലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം നമുക്കറിയാം 12ാം ഭാവത്തിൽ വരുമ്പോൾ അവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കാരണം വ്യയമാണല്ലോ, ചിലവുകളാണ് വരുന്നത്. ബുധൻ 12ാം ഭാവത്തിൽ വരുമ്പോൾ വലിയ ഫലങ്ങളൊന്നും പ്രതീക്ഷിക്കാനില്ല എങ്കിൽ പോലും ഇടവൻ രാശിക്ക് ഇപ്പോൾ നല്ല സമയമായതുകൊണ്ടും ബുധന്റെ രാശി മാറ്റം കൊണ്ടും വരുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പസ്വല്പം തടസ്സങ്ങളൊക്കെ വന്നു ചേരും. മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നടത്തണോ എന്നൊന്നും കൂടി ചിന്തിച്ചുകൊണ്ട് പതുക്കെ ശ്രമം ആരംഭിക്കും. പണയ വസ്തുക്കളൊക്കെ തിരിച്ചെടുക്കുന്നതിന് ശ്രമിക്കും. ഉത്തരവാദിത്വ ബോധമൊക്കെ വരും. ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ശ്രമിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ പറ്റിയ സമയമല്ല. എല്ലാ കാര്യങ്ങളിലും ഒരുകൂടി ശ്രദ്ധ ആവശ്യമാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഉണർവും ഉന്മേഷവും വന്നു ചേരുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. അപ്പം എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുവാനായി സാധിക്കട്ടെ. ഇടവൻ രാശിക്കാര് അവരുടെ രാശിനാഥനായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ബുധന്റെ കാരകത്വമുള്ള ശ്രീരാമസ്വാമി ശ്രീകൃഷ്ണസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത്, ബുധനാഴ്ച ദിവസം ചെറുപയർ ദാനം ചെയ്യുന്നത്, അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ത്രിപുര സുന്ദരി മന്ത്രം ജപിക്കുന്നതും ഉപാസന ചെയ്യുന്നതുമൊക്കെ നന്നായിരിക്കും. ഇനി നമുക്ക് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിലേക്കാണ്, അതായത് 10ാം ഭാവത്തിൽ നിന്നും 11ാം ഭാവത്തിലേക്കുള്ള ബുധന്റെ രാശി മാറ്റം ഇവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ വന്നു ചേരും. കാരണം വ്യാഴം 12 നിൽക്കുന്നുണ്ട്. അല്പം കഷ്ടതകളൊക്കെ അനുഭവിക്കുന്ന സമയമായതുകൊണ്ട് 14ാം തീയതി വരെയാണ് വ്യാഴം 12ാം ഭാവത്തിൽ നിൽക്കുന്നത്. 14ാം തീയതി രാത്രി വ്യാഴം രാശിയിലേക്ക് തന്നെ വരുന്നു എന്നുള്ളതൊരു സൂചന തന്നെയാണ്. എന്നിരുന്നാൽ പോലും അതുവരെയുള്ള സമയം 23ാം തീയതി വരെയാണ് ബുധന്റെ ഈ രാശിമാറ്റം ഉള്ളത്. അപ്പൊ 11ാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങൾ ഇവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും. കാരണം ബുദ്ധി ഗുണം കൂടുതലാവും. അവനവന്റെ ബുദ്ധി വേണ്ട തരത്തിൽ പ്രയോഗിക്കുവാനുള്ള കഴിവുകൾ വന്നു ചേരും. വിദ്വാനായി, അതായത് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഏറ്റവും ടോപ്പിൽ എത്തുവാൻ സാധിക്കും. പേരും പ്രശസ്തിയും ലഭിക്കും. സമ്പത്ത് വന്നു ചേരുവാനുള്ള സാധ്യത വന്നു ചേരുന്നുണ്ട്. ലോട്ടറി ഭാഗ്യം പോലെയുള്ള ചെറിയ ചെറിയ ഭാഗ്യങ്ങൾ വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. അർഹതപ്പെട്ട ധനവും സ്വത്തുക്കളും ഒക്കെ കൈവശത്തിൽ വന്നു ചേരും. എതിർപ്പുകളും തടസ്സങ്ങളും ഒക്കെ തന്ത്രപൂർവ്വം മറികടക്കും. പുതിയ വീട്ടിലേക്കൊക്കെ താമസം മാറുവാനൊക്കെ ശ്രമിക്കുന്നത് നന്നായിരിക്കും. നഷ്ടപ്പെട്ട അവസരങ്ങളൊക്കെ തിരികെ ലഭിക്കുകയും പ്രയത്നശീലം വർദ്ധിക്കുകയും ചെയ്യും. അബദ്ധങ്ങൾ തിരുത്തി മുന്നേറുവാൻ ഈ കാലഘട്ടം സഹായകമാകട്ടെ. അകന്നുപോയ ബന്ധങ്ങളെല്ലാം കൂട്ടിയിണക്കി എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ബുധനാഴ്ച ദിവസം മരതകവിരത്നം ധരിക്കുന്നത്, ശ്രീരാമസ്വാമിയെ ശ്രീകൃഷ്ണസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത്, ഹരേ രാമ ഹരേ കൃഷ്ണ ജപിക്കുന്നത്, ചെറുപയർ ദാനം ചെയ്യുന്നത്, അതുപോലെ തന്നെ തുളസി ദളം ഭഗവാന് സമർപ്പിച്ച് തുളസി മാലയൊക്കെ സമർപ്പിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ വിളിക്കുമ്പോൾ, വിദ്യാഗോപാല മന്ത്രം ജപിക്കുമ്പോൾ, രാജഗോപാല മന്ത്രം ജപിക്കുമ്പോഴൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ 16 ദിവസവും അനുഭവത്തിൽ വരട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ഇനി കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ
ബുധൻ വരുന്നത് 10ാം ഭാവത്തിലേക്കാണ്. 10ാം ഭാവത്തിൽ ബുധൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ വിദ്യകളും പഠിക്കുന്നവനായും യശസ്വിയായും ധനികനായും വിനോദശീലമുള്ളവനായും ഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ 10ലെ ബുധന്റെ ആ മാറ്റം, 10ാം ഭാവത്തിലേക്കുള്ള ബുധന്റെ മാറ്റം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യബോധം വർദ്ധിക്കും, തൊഴിലവസരങ്ങൾ അവർക്ക് ധാരാളം വന്നു ചേരും, മാതാപിതാക്കളിൽ നിന്നൊക്കെ അനുഗ്രഹം ലഭിക്കും, സാമൂഹിക രംഗത്ത് അംഗീകരിക്കപ്പെടും, ആഗ്രഹിച്ച ബന്ധങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുവാൻ സാധിക്കും, വിദേശത്ത് ഉപരിപഠനത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരും, സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറുവാനുള്ള അവസരം വന്നു ചേരും, വിശിഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കും, ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരും, കുടുംബ സാഹചര്യം, കുടുംബാന്തരീക്ഷം കുറച്ച് സന്തോഷപൂർണമായി തീരും, സൗഹൃദങ്ങളിലൂടെയും ചില ഗുണങ്ങൾ വന്നു ചേരും, എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാനായി രാശി നാഥനായ ദുർഗാദേവിയുടെ അനുഗ്രഹത്തോടൊപ്പം ബുധന്റെ കാരകത്വമുള്ള ത്രിപുരസുന്ദരി അമ്മയെയും അതുപോലെ ത്രിശതിയൊക്കെ ജപിക്കുന്നത്, ശ്രീരാമസ്വാമി കൃഷ്ണസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിലേക്കുള്ള ബുധന്റെ രാശിമാറ്റം, 9ാം ഭാവത്തിലേക്ക് വരുന്ന ബുധന്റെ രാശിമാറ്റം കൂടുതൽ ഗുണഫലങ്ങളാണ് നൽകുക. കാരണം ധർമ്മം ചെയ്ത് ധനം സമ്പാദിക്കുന്ന പറയുന്നത്, ധർമ്മം ചെയ്തിട്ട് ധനം സമ്പാദിക്കുവാൻ ശാസ്ത്രിക്കും, ശാസ്ത്രം അറിയുന്നവനായും അശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനുമുള്ള യോഗം വരും, വലിയ പ്രഭാഷണങ്ങളൊക്കെ നടത്തുവാനും യോഗങ്ങളിലൊക്കെ പങ്കുചേരുവാനൊക്കെ ഉള്ള അവസരം വരും, നല്ലതിനെ മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുവാനായി സാധിക്കും. അപ്പോൾ നന്മകൾ ധാരാളം അനുഭവത്തിൽ വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ ആ നന്മകളൊക്കെ അനുഭവിക്കാനായിട്ട് ജോലിയൊക്കെ ചിലപ്പോൾ സ്ഥിരപ്പെട്ട് കിട്ടും, കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും, സൗഹൃദങ്ങളിലൂടെ പുതിയ പുതിയ ബന്ധങ്ങളിലൂടെ ഗുണഫലങ്ങൾ വർദ്ധിക്കും, വീട്ടുപകരണങ്ങൾ വാങ്ങുവാനും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനും സാധിക്കും, പ്രിയപ്പെട്ടവരെ പ്രീതിപ്പെടുത്തുവാൻ കഴിയും, മക്കളുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും, പുതിയ കർമ്മ മേഖലകൾക്ക് പണം മുടക്കും, പെട്ടെന്ന് ദൂരയാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം, വിദേശ രംഗത്തുള്ളവരിൽ നിന്നും ശുഭവാർത്തകളൊക്കെ പ്രതീക്ഷിക്കാം, ലോട്ടറി പോലെയുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കുന്നതിനുള്ള സാധ്യതയും വന്നു ചേരുന്നു, വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും, സന്തോഷവും സമാധാനവും സർവ്വ ഐശ്വര്യവും അനുഭവിക്കുന്നതിന് ഈ 16 നാളുകൾ, അതായത് 7/5/2025 പുലർച്ചെ 4:09 മുതൽ 23/5 വരെ, 23/5-നാണ് പിന്നെ മിടവൻ രാശിയിലേക്കുള്ള മാറ്റം വരുന്നത്. അപ്പൊ ആ സമയം വരെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ, അതായത് 1/3-നാണ് ഇടവൻ രാശിയിലേക്കുള്ള ബുധന്റെ സംക്രമം, അതുവരെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാനായിട്ട് സാധിക്കട്ടെ. കുറഞ്ഞ സമയം കൂടുതൽ ഗുണഫലങ്ങൾ തരുന്ന അതാണ് 23-ാം തീയതി, അതായത് മെയ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ച ഉദയാൽപരം 1 മണി 3 മിനിറ്റിന് മാറുന്നത് വരെയുള്ള സമയം അർത്ഥപൂർണമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ഇനി കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിരാശിക്കാർക്ക് അവരുടെ ബുധന്റെ രാശിമാറ്റം 7ാം ഭാവത്തിൽ നിന്നും 8ാം ഭാവത്തിലേക്കാണ് വരുന്നത്. 8ാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ എന്തൊക്കെ ഗുണഫലങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു 8ാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒരു സംഘത്തിന് തന്നെ, ഒരു ഗ്രൂപ്പിനെ തന്നെ വണങ്ങുന്നവനാവും, എല്ലാവരോടും വണക്കമുള്ളവനായും അനേകം ഗുണങ്ങളെ കൊണ്ട് പ്രസിദ്ധനായും ധനികനായും ഭവിക്കുന്നവരുന്നത്.
അപ്പോൾ ഒരു ഗുണമല്ല, പല ഗുണങ്ങൾ ഒരേ സമയം പ്രവർത്തിച്ച് ആ പ്രസിദ്ധി നേടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ധനികനായിട്ട് ഭവിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 16 നാളുകൾ ഏറ്റവും മംഗളമായി തീരട്ടെ. അപ്പൊ ആ സമയത്ത് എന്തൊക്കെ ഗുണഫലങ്ങൾ ഇവരെ തേടി എത്തും എന്ന് നമുക്കൊന്ന് നോക്കാം. കഴിയുന്നത്രയും ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരട്ടെ. രാശി നാഥനായ ത്രിപുരസുന്ദരി ദേവിയുടെ അനുഗ്രഹം കൂടി ഇവർക്കുണ്ടാകുമല്ലോ. അപ്പൊ ആ അമ്മയുടെ അനുഗ്രഹം കൂടി പൂർണ്ണമായി കിട്ടട്ടെ. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഇവർക്കുണ്ടാവുക എന്ന് നോക്കാം. തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യത്തിലൊക്കെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും. വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകളൊക്കെ ആവശ്യമായി വരും. അതൊക്കെ വിജയത്തിൽ കലാശിക്കുകയും ചെയ്യും. കൂടുതൽ പിന്നെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടും. തൊലിപ്പുറത്ത് ചെറിയ അസ്വാസ്ഥ്യങ്ങളൊക്കെ വരുമെങ്കിൽ അതൊന്നും കാര്യമാക്കേണ്ടതില്ല. പിന്നെ കർമ്മരംഗത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരം തേടിയെത്തും. ആരോഗ്യ പിന്നെ നേത്ര സംബന്ധമായ അസുഖങ്ങൾ വരാൻ യോഗമുണ്ടെങ്കിലും, കണ്ടകശനി ഇപ്പം ആരംഭിച്ചിരിക്കുന്നതുകൊണ്ട് നേത്ര സംബന്ധമായ അസുഖങ്ങൾ വരാനുണ്ടെങ്കിലും ബുധൻ അവരുടെ കഴിവുകൾ ചെയ്യും. പണച്ചിലവുകളൊക്കെ വർദ്ധിക്കുമെങ്കിലും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാകും. അന്യരിൽ നിന്ന് ചതിവ് പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാവും. കാര്യതടസ്സം ഇടയ്ക്കൊക്കെ വരുമെങ്കിലും നല്ല ഇടയ്ക്കിടയ്ക്ക് നന്മകളും പ്രതീക്ഷിക്കാം. പത്രപ്രവർത്തനം, കമ്മീഷൻ ഏജൻസിയിൽ നിന്നൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശ യാത്രാ പരിശ്രമങ്ങളൊക്കെ സഫലീകരിക്കും. തീർത്ഥയാത്രയ്ക്കൊക്കെ ഒരു അവസരം ലഭിക്കും. തൊഴിൽ മാന്യമെല്ലാം കുറഞ്ഞു കിട്ടും. കർമ്മരംഗത്ത് സ്ഥാനചലനമുണ്ടെങ്കിലും അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഗുണഫലങ്ങൾ നൽകുന്നതായിരിക്കും. ധനാഗമ മാർഗങ്ങളൊക്കെ വർദ്ധിക്കും. വിചാരിച്ച കാര്യങ്ങൾ പലതും നടപ്പിലാക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കും. പൊതുവെ ഏറ്റവും ഈ 16 നാളുകൾ ഏറ്റവും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ അമ്മ അനുഗ്രഹിക്കട്ടെ. ശ്രീകൃഷ്ണസ്വാമിയുടെയും ശ്രീരാമസ്വാമിയുടെയും കൂടി അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാശിമാറ്റം വരുന്നത് അവരുടെ 7ാം ഭാവത്തിലേക്കാണ്. തുലാം രാശിക്കാർക്ക് ബുധന്റെ മാറ്റം വരുന്നത്. 7ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ അംഗഹീനത്വം, എന്തെങ്കിലും മുറിവോ ക്ഷതമോ ചതങ്ങൾ എന്നൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ശില്പവിദ്യകളിലും കലാവിദ്യകളിലുമൊക്കെ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം വന്നു ചേരും. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ പിന്നെ ഈ വൈകല്യം ഒരു ചെറിയൊരു പ്രശ്നം, വൈകല്യം എന്തെങ്കിലും കാലിനൊക്കെ ഒരു ഉടുക്ക് ചതവുകളൊക്കെ വരാനുള്ളത്, കൈകാലുകൾക്ക് വേദനയൊക്കെ വരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അവരുടെ കർമ്മരംഗത്ത് കൂടുതൽ ശോഭ, ഇണയെ കൊണ്ടും ഒക്കെ ഗുണഫലങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ആ ഇണയെ കൊണ്ടുള്ള ഗുണഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുവാനായിട്ട് തീർച്ചയായിട്ടും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. കാരണം സ്ഥാനചലനവും ഉദ്യോഗലബ്ധിയും ധനലാഭവും ഒക്കെ ഉണ്ടാവാം. ഉദ്ദിഷ്ടകാര്യ വിജയമുണ്ടാകാം. ചെറിയ നേത്രോദര പീഡകളും സ്ഥാനചലനവും ഒക്കെ വരാം. ധനനഷ്ടവും അല്പസ്വല്പം പ്രതീക്ഷിക്കാം. ദേഹാസ്വാസ്ഥ്യങ്ങളും മനക്ലേശവും കാര്യവിഘ്നവും ഒക്കെ വന്നേക്കാം. കുടുംബത്തിൽ അസ്വസ്ഥതകളും ധനക്ലേശവും ഒക്കെ വന്നു ചേരുമെങ്കിലും നന്മകൾ, ഇഷ്ടപ്പെട്ട ഉദ്യോഗം ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. അതുപോലെ തന്നെ വ്യവഹാരങ്ങളിലൊക്കെ മത്സരങ്ങളിലൊക്കെ വിജയിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. പിന്നെ കാര്യസിദ്ധി, അതുപോലെ തന്നെ ഉദ്യോഗലബ്ധി, ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം, അതുപോലെ ആഗ്രഹിച്ച ജോലി ലഭിക്കുവാനുള്ള ഒരു യോഗം, കാര്യസിദ്ധിയൊക്കെ വന്നു ചേരുന്ന സമയമാണ്.
ശ്രീകൃഷ്ണസ്വാമിയും ശ്രീരാമസ്വാമിയും പ്രാർത്ഥിക്കുകയും ത്രിപുരസുന്ദരി മന്ത്രം ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, ത്രിശതിയൊക്കെ പാരായണം ചെയ്യുമ്പോൾ ബുധനാഴ്ച പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത്, മരതകരത്നം ധരിച്ചു പറ്റുന്നവര് പച്ച മുത്തുകളൊക്കെ ധരിക്കുന്നതൊക്കെ നല്ലതാണ്. തുളസി ദളം ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യം നിലനിർത്തി കിട്ടും. അപ്പം തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് 7 തീയതി മുതൽ മെയ് 23 വരെയുള്ള ബുധന്റെ രാശിമാറ്റം അനുകൂലമായി തീരുവാൻ, ഇണയ്ക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ, ഇണയെ കൂടുതൽ സന്തോഷിപ്പിക്കുവാൻ എല്ലാം കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ത്രിപുരസുന്ദരി മന്ത്രം അനുഗ്രഹമായി തീരട്ടെ. ത്രിശതിയും പാരായണം ചെയ്യുന്നത് വഴി ഗുണഫലങ്ങൾ വർദ്ധിക്കും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുണ്യതീർത്ഥയാത്രകൾ, അപ്പൊ അവരുടേത് സംബന്ധിച്ചിട്ട് 6ാം ഭാവത്തിലേക്കാണ്, അതായത് 7ാം ഭാവത്തിൽ നിന്നും 6ാം ഭാവത്തിലേക്കാണ് ബുധന്റെ രാശിമാറ്റം. 6ാം ഭാവത്തിൽ ബുധൻ വന്നാൽ അത്ര ഗുണമല്ല വരാൻ പോകുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്വത്വമൊക്കെ വരും. തൻ്റെ കഴിവുകളൊക്കെ, തന്നിലുള്ള അറിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ഈ രസിക സ്വഭാവത്തിൽ ഇങ്ങനെ ജോക്കറൊക്കെ ആയിട്ട്, മറ്റുള്ളൊരു കോമാളിയൊക്കെ ആയിട്ട് ഹാസ്യ പ്രകടനങ്ങളൊക്കെ നടത്തുവാനായിട്ട് താല്പര്യമുണ്ടാകും. അതോടൊപ്പം തന്നെ കലഹവാസനയും അല്പം ഉണ്ടാകും. പിന്നെ എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങൾ ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും ആ ദുശീലങ്ങൾ തുടങ്ങുവാനുള്ള ഒരു സമയം, കൂട്ടുകെട്ടുകൾ വഴി ദുശീലങ്ങളൊക്കെ ആരംഭിക്കാനുള്ളൊരു സമയം വന്നു ചേർന്നാണ്. ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും. ബന്ധുക്കളെയൊക്കെ ശത്രുവായി കാണുവാനുള്ള സാധ്യതയുമുണ്ട്. ബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ദാമ്പത്യ സൗഖ്യവും സന്താന ഗുണഫലവും ഒക്കെ ഉണ്ട്. വാഹന ലാഭവും ഒക്കെ വന്നു ചേരാം. വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ പങ്കെടുക്കാനുള്ള യോഗമുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വിജയിക്കും. വസ്തുലാഭമൊക്കെ വന്നു ചേരും. അതുപോലെ മാതൃജന അരിഷ്ട, ദേഹാരിഷ്ട, സ്വജന വിരഹം, പതന ഭയമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അധിക ചെലവുകളും ശത്രുഭയവും തസ്കര ഭയവും ഒക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ 16 ദിവസം ഒന്ന് കരുതിയിരിക്കുന്നത്, ശ്രീകൃഷ്ണസ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, വിഷ്ണു അഷ്ടോത്തരം, അതുപോലെ ഓം നമോ നാരായണായ, അല്ലെങ്കിൽ കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനേ സ്വാഹ എന്നോ, അതുപോലെ ഓം കുളി കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദനേ രമാരമണ വിശ്വേശ വിദ്യാമാശ പ്രേക്ഷമേ എന്ന വിദ്യാഗോപാല മന്ത്രം, അതുപോലെ തന്നെ ഭഗവാന്റെ സ്തുതികളൊക്കെ ചൊല്ലുന്നത് വഴി ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമമൊക്കെ ജപിക്കുമ്പോൾ ഈ 16 ദിവസവും മിന്നൽ പോലെ കടന്നു പോകും. പിന്നെ അങ്ങോട്ട് അനുകൂല ഫലങ്ങളായിരിക്കും വന്നു ചേരുക. അപ്പം ഇപ്പം വ്യാഴം 7 നിൽക്കുന്നതുകൊണ്ട് വ്യാഴത്തിന്റെ എല്ലാ ഗുണഫലങ്ങളും മെയ് 14 തീയതി വരെ നിൽക്കും. അത് കഴിഞ്ഞുള്ള കുറച്ച് ദിവസം കുറച്ച് ടെൻഷനൊക്കെ വരും. അതുകൊണ്ട് പ്രാർത്ഥനകൾ മുന്നോട്ട് കൊണ്ടുപോകൂ. എല്ലാ നന്മകളും വന്നു ചേരട്ടെ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ബുധന്റെ രാശി മാറ്റം 5ാം ഭാവത്തിലേക്കാണ്. 5ാം ഭാവത്തിലേക്ക് ബുധൻ മാറുന്നത് കൊണ്ട് ഇവർക്ക് ആഭിചാരം കാര്യങ്ങളൊക്കെ, ആഭിചാര തന്ത്രങ്ങൾ, അതായത് ഈ ജ്യോതിഷമൊക്കെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ആഭിചാരത്തിലൊക്കെ കർമ്മസിദ്ധി വരികയും മന്ത്രസിദ്ധിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അവരുടെ ആ മന്ത്രസിദ്ധിയൊക്കെ മറ്റുള്ളവരിൽ പ്രയോഗിക്കാനുള്ളൊരു സമയം കിട്ടും. സന്താന സൗഭാഗ്യങ്ങളോട് സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള അവസരം വരും. ധനികനായും വിദ്വാനായും കീർത്തിമാനായും ബലവാനായും ഒക്കെ ഭവിക്കുവാനുള്ള യോഗമാണുള്ളത്. അപ്പൊ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്ന സമയമാണ്. അതിനനുസരിച്ചിട്ട് പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഹർജികളും നിവേദനങ്ങളും ഒക്കെ പരിഗണിക്കപ്പെടും. പ്രിയപ്പെട്ടവരെയൊക്കെ സഹായിക്കും.
സ്വന്തം ഉത്തരവാദിത്വത്തിൽ വലിയ കാര്യങ്ങൾ ആരംഭിക്കും. താൽക്കാലിക ജോലിയൊക്കെ സ്ഥിരപ്പെടുന്നതാണ്. ആഗ്രഹിച്ച രീതിയിൽ വിജയിക്കുന്നതിനുള്ള സാധ്യതകളുണ്ട്. ഉപരിപഠനത്തിനുള്ള മാർഗം ലഭിക്കും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. സംയുക്ത സംരംഭങ്ങൾ വിപുലപ്പെടുത്തും. ഭാവി കാര്യങ്ങളിൽ അമിതമായ പ്രതീക്ഷ പുലർത്തും. വീട് പണി പൂർത്തിയാക്കും. സ്വത്ത് തർക്കങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കും. പുതിയ കോഴ്സിന് ചേർന്ന് പഠിക്കുവാനുള്ള അവസരവും ലഭിക്കും. ഇണയുമായി ഉല്ലാസയാത്രയ്ക്കുള്ള ഒരു അവസരവും വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്തെല്ലാം കൂടുതൽ ശോഭിക്കുവാനുള്ള അവസരം വന്നു ചേരും. അപ്പോൾ എല്ലാവിധ കർമ്മരംഗത്തും വിജയിക്കുവാനും ആ വിജയം മെയ് 7 മുതൽ 23 വരെ വളരെ ശോഭനമായി സന്താനങ്ങൾക്കും സ്വന്തം കർമ്മങ്ങളിലും എല്ലാ വിജയ സാധ്യത ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ത്രിപുരസുന്ദരി മന്ത്രം ചെയ്യുന്നത് പാരായണം ചെയ്യുന്നതൊക്കെ സൽഫലങ്ങൾ വർദ്ധിക്കും. ഇനി 4-ാം ഭാവത്തിലേക്കാണ് ബുധന്റെ രാശിമാറ്റം വരുന്നത്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് 4-ാം ഭാവത്തിലേക്കുള്ള ബുധന്റെ രാശിമാറ്റം വഴി, അതായത് മെയ് 7 മുതൽ മെയ് 23 വരെയുള്ള സമയം 4-ാം ഭാവത്തിലെ ബുധന്റെ രാശി മാറ്റം പറയുന്നത് ബന്ധുക്കളിൽ നിന്നൊക്കെ ഒന്ന് അകന്നു നിൽക്കാനായിട്ട് ശ്രമിക്കും. ജ്ഞാനവും ധനികത്വവും വിദ്വത്വവും ഒക്കെ വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല അറിവ് സമ്പാദിക്കാൻ സാധിക്കും. സാമ്പത്തിക ഭദ്രത ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയാനുള്ള ഒരു വിദ്വാന്റെ എല്ലാ ലക്ഷണവും പ്രകടിപ്പിക്കും. പക്ഷെ കുടുംബകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കുറയുകയും ബന്ധുക്കളെ ദ്വേഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ടെന്നൊഴിച്ചാൽ മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മകരം രാശിക്കാരെ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ വരാതിരിക്കുവാനായി കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുവാൻ ശ്രമിക്കുക. ശത്രുക്കളെയൊക്കെ മിത്രങ്ങളാക്കാൻ ശ്രമിക്കുക. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൂടുതൽ പതിക്കണം. സാമ്പത്തികമായ ഉദ്ദേശിച്ച ലക്ഷ്യമെല്ലാം നേടുവാനുള്ള യോഗം കാണുന്നു. ചിലവുകളൊക്കെ നിയന്ത്രിക്കുക. പൊതുരംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ആഗ്രഹിച്ച ജോലി മാറ്റമൊക്കെ സാധിക്കും. ഭൂമി വിൽപ്പനയും സാധ്യമാവും. തൊഴിലുകളിൽ പുതിയ പുതിയ ആശയങ്ങളൊക്കെ നടപ്പിലാക്കും. കുടുംബവുമൊത്തൊക്കെ ദൂരയാത്രകൾ ചെയ്യുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്തരവാദിത്വ ബോധം കൂടുതൽ വരുന്ന സമയമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ചതിവ് പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശിഷ്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ചെയ്യുന്നത് നന്നായിരിക്കും. ശ്രീരാമസ്വാമിയെ ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഹരേ രാമ ഹരേ കൃഷ്ണ നിത്യവും ജപിക്കുന്നത് നല്ലതാണ്. മെയ് 7 മുതൽ മെയ് 23 വരെയുള്ള ദിവസം, മെയ് 14 വരെ വ്യാഴം 5-ാം ഭാവത്തിലുള്ളതുകൊണ്ട് എല്ലാ അനുകൂല ഫലങ്ങളും അനുഭവത്തിൽ വരും. മെയ് 15 മുതൽ 23 വരെയുള്ള സമയം വ്യാഴം അഷ്ടമത്തിൽ 6-ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് കുറച്ച് സമയദോഷം അനുഭവിക്കേണ്ടതായി വരും. അപ്പോൾ ആ സമയത്ത് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുകയും പ്രാർത്ഥനകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ടതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെ രാശിമാറ്റം വരുന്നത് 3-ാം ഭാവത്തിലേക്കാണ്. 3-ാം ഭാവത്തിലേക്ക് ബുധന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് കപട പ്രവൃത്തികളിലൊക്കെയാണ്. അതായത് ഈ നേർവഴിക്കല്ലാതെ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ ഇത്തിരി സാമർഥ്യം കാണിക്കും. അതിചപലനാണ്. അതായത് എല്ലാ ബുദ്ധിയും മറന്ന് ബുദ്ധിശൂന്യതയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. അതുപോലെ തന്നെ ദീനനായിട്ട് ഒരു എങ്ങനെ നന്മകളൊന്നും ചെയ്യാതെ ഒരു പരവശനായി അലസനായി ദീനനായി രോഗങ്ങളൊക്കെ കൊണ്ട് വല്ലാതെ കഷ്ടതകൾ അനുഭവിക്കാനുള്ളൊരു യോഗമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. വ്യാഴം 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. പിന്നെ 5-ലേക്കുള്ള വ്യാഴമാറ്റം വരുന്നത് കൊണ്ട് വ്യാഴത്തിൻ്റെ ഒരു ഗുണഫലം ഇവർക്ക് വന്നു ചേരും. എന്നിരുന്നാൽ പോലും 7ര ശനി നിൽക്കുന്നത് കൊണ്ട് ബുധന്റെ രാശിമാറ്റം അനുകൂലമായി തീർക്കുവാൻ
എല്ലാ ദിവസവും ഹരേ രാമ ഹരേ കൃഷ്ണ ഒരു 108 പ്രാവശ്യം കൂടി ജപിക്കുന്നത്, വിഷ്ണു പിന്നെ വിഷ്ണു സഹസ്രനാമമൊക്കെ പാരായണം ചെയ്യുന്നത്, ത്രിശതി വിഷ്ണു സഹസ്രനാമത്തെക്കാളേറെ ത്രിശതി എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ലളിതാ സഹസ്രനാമം കഴിഞ്ഞിട്ടുള്ള ഒരു 300 നാമങ്ങളാണ് അത് ചെയ്യുന്നത് വഴി ബുധന്റെ അനുഗ്രഹം കൂടുതൽ ഉണ്ടാവുകയും ചെറുപയറൊക്കെ ബുധനാഴ്ചകളിൽ ദാനം ചെയ്യുന്നത്, ചെറുപയർ നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിക്കുന്നത് വഴി ഇവർക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കും. മാത്രവുമല്ല, ആനുകൂല്യങ്ങളെല്ലാം വന്നു ചേരാനായിട്ട് ആഗ്രഹിച്ചവരുമായിട്ട് ഒത്തുചേരുന്നതിന്, കുടുംബപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന്, സ്വന്തമായി ആരംഭിക്കുന്ന സംരംഭങ്ങളൊക്കെ വിജയിക്കുന്നതിന്, പൊതുവെ തളരാതെ മുന്നോട്ട് പോകാനൊക്കെ നന്നായി ശ്രമിക്കണം. കുട്ടികൾക്ക് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകുവാനായി പ്രാർത്ഥനകൾ ആവശ്യമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ അത് പൂർണ്ണമായി വിനിയോഗിക്കാൻ ശ്രമിക്കണം. എതിരാളികളുടെ പ്രവർത്തനങ്ങളെ മറികടക്കുവാനുള്ള ഒരു ആർജവം നേടിയെടുക്കണം. തൊഴിൽപരമായ പ്രതീക്ഷകളെല്ലാം പൂവണിയുവാനായിട്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ. സാമ്പത്തികമായ മിക്കവും എല്ലാ ഗുണഫലങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി നൽകട്ടെ. ശ്രീരാമസ്വാമിയുടെയും ശ്രീകൃഷ്ണസ്വാമിയുടെയും മൂകാംബി ദേവിയുടെ അനുഗ്രഹത്താൽ ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ 16 നാളുകളിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2ാം ഭാവത്തിലേക്കാണ് മാറ്റം വരുന്നത്. 2ാം ഭാവത്തിൽ ബുധൻ വന്നാൽ എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 2ാം ഭാവത്തിൽ വരുമ്പോൾ ബുദ്ധിസാമർഥ്യം കൊണ്ട് സമ്പാദിക്കപ്പെട്ട ധനം അനുഭവത്തിൽ വന്നു ചേരും. ശീലഗുണം, എല്ലാ സൽസ്വഭാവങ്ങളും പ്രകടിപ്പിക്കുന്ന സമയമാണ്. പിന്നെ സാധുവായിരിക്കും, എല്ലാവർക്കും ഉപകാരിയായിരിക്കും. അപ്പം എല്ലാ നന്മകളും, നല്ല വാക്കുകൾ സംസാരിക്കും, നല്ല വാഗ്മിയായിട്ടൊക്കെ വരും. നന്നായിട്ട് സംസാരിക്കുവാൻ, ആ സംസാരം കൊണ്ട് മറ്റുള്ളവരുടെ അംഗീകാരം പ്രോത്സാഹനമൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അർഹതപ്പെട്ട ധനവും സ്വത്തുക്കളും ഒക്കെ കൈവശത്താക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു. പല രീതിയിലുള്ള ഭാഗ്യം അനുഭവപ്പെടും. സാഹസികത കൂടും. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. വീട്ടിലെ മംഗളകർമ്മങ്ങളിലൊക്കെ പൂർണ്ണമായി നിന്നുകൊണ്ട് എല്ലാം ഭംഗിയായി നടത്തുവാൻ ശ്രമിക്കും. മനോധൈര്യം വർദ്ധിക്കും. അകന്നുപോയ വ്യക്തികളെയൊക്കെ രമ്യതയിലാക്കുവാൻ ശ്രമിക്കും. വീട് പണി പുനരാരംഭിക്കും. പ്രിയപ്പെട്ട വസ്തുക്കളൊക്കെ കൈവശം വന്നു ചേരും. ബുധനാഴ്ച പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, ചെറുപയർ ദാനം ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. ഭഗവാന് തുളസിമാലയൊക്കെ സമർപ്പിച്ച് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പം മീനൻ രാശിയിലുള്ള കുട്ടികളൊക്കെ വിദ്യാഗോപാല മന്ത്രങ്ങളും കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവത്വം പ്രസീദമേ രമണ വിശേഷമേ, അതായത് 10ാം ക്ലാസ്സിലേക്കൊക്കെ പ്രവേശനം ലഭിച്ചവർക്ക്, അതുപോലെ ഉയർന്ന പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ വിദ്യാഗോപാല മന്ത്രം ജപിക്കുന്നതിലൂടെ, രാജഗോപാല മന്ത്രം ജപിക്കുന്നതിലൂടെ, ഹരേ രാമ ഹരേ കൃഷ്ണ ജപിക്കുന്നതിലൂടെ, ത്രിശതി പാരായണം ചെയ്യുന്നതിലൂടെയൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടും. ഈ ബുധന്റെ രാശിമാറ്റം കുറഞ്ഞ കാലയളവിലേക്കാണെങ്കിൽ പോലും ഒരു ദിവസമെങ്കിലും ഗുണഫലങ്ങൾ ഉണ്ടാകുമെങ്കിൽ, ദൈവീകത വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ സമയം പൂർണ്ണമായി വിനിയോഗിക്കണം. നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും നമുക്കൊരിക്കലും തിരിച്ചെടുക്കാനാവില്ല. നമ്മുടെ മുന്നിൽ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും പ്രയോജനപ്പെടുത്തുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. മെയ് 7-ാം തീയതി 4:09 AM ബുധൻ മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നു. മെയ് 23-ാം തീയതി 1:03 PM മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഗുണഫലങ്ങൾ ഭഗവാൻ തരട്ടെ. ശ്രീകൃഷ്ണസ്വാമിയുടെയും ശ്രീരാമസ്വാമിയുടെയും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.